നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 13, 2025 തിങ്കൾ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിൽ നിന്നും ചൈനയ്ക്ക് അഡീഷണൽ 100% താരിഫിന്റെ പ്രഖ്യാപനം വരികയുണ്ടായി. 2 ദിവസങ്ങളിലായിട്ട് ഗ്ലോബൽ മാർക്കറ്റിലെ നിക്ഷേപകരും മാത്രമല്ല നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസുകളും വീക്കെൻഡ് പ്രമാണിച്ച് ടെൻഷനിൽ തന്നെയായിരുന്നു. എന്നാൽ ഇന്നലെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന സൂചനകൾ പ്രകാരം ഈ ടെൻഷൻസിനൊക്കെ ഒരു അയവ് വരികയുണ്ടായി. അദ്ദേഹം നൽകിയ സൂചനകൾ പ്രകാരം ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച 100% അഡീഷണൽ താരിഫിൽ നിന്നും പിന്മാറിയേക്കാമെന്നുള്ള സൂചനകൾ നൽകുകയുണ്ടായി. അതിന്റെ ഒരു റിഫ്ലക്ഷനും ഇന്ന് രാവിലെ ഓപ്പണായ ഡോ ജോൺസ് ഫ്യൂച്ചറിലും പ്രതിഫലിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 875 പോയിന്റുകൾ നഷ്ടപ്പെട്ട ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് രാവിലെ 315 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ ബൈയിങ്ങും മൂലവും മാത്രമല്ല ഹെവി വെയ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ശക്തമായ ബൈയിങ്ങിനെയും തുടർന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 459.20 കോടി രൂപയ്ക്ക് നാലാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും തുടർച്ചയായി ബൈയിങ്ങും നടത്തുകയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1707.83 കോടി രൂപയ്ക്ക് ബൈയിങ് വർദ്ധിപ്പിക്കുന്ന കാഴ്ച ദൃശ്യമായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിലവിൽ നിഫ്റ്റി അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളെയും മറികടന്നുകൊണ്ട് അവയുടെ മുകളിലായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 25,400, 25,450 എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഈ 2 ലെവലുകളും നിഫ്റ്റിക്ക് അതിശക്തമായി മറികടന്നുകൊണ്ട് ഇതിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം നിഫ്റ്റിയിൽ ഇന്നൊരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടും 24,900 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടിയാണ്. 24,900 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ അനലിസ്റ്റുകളുടെ എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്, ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. മാത്രമല്ല വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിന്റെ ഭാഗത്തു നിന്നും ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച 100% അഡീഷണൽ താരിഫിന്റെ പ്രഖ്യാപന നടപടികളുടെ ആഫ്റ്റർ എഫക്ട്സ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. എങ്കിലും US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ചൈനയ്ക്കെതിരായിട്ടുള്ള 100% അഡീഷണൽ താരിഫിൽ നിന്നും പിന്മാറിയേക്കാമെന്നുള്ള സൂചനകൾ നൽകിയെങ്കിൽ കൂടിയിട്ടും നമുക്കറിയാം പ്രസിഡന്റ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എപ്പോൾ വേണമെങ്കിലും മാറിയാനുള്ള സാധ്യതകളുമുണ്ട്. നമ്മൾ ഇന്ന് മാർക്കറ്റിൽ വളരെയേറെ ജാഗ്രത പുലർത്തണം. മാത്രമല്ല ഇന്ന് ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റയും വരാനിരിക്കുന്നുണ്ട്. അനലിസ്റ്റുകളുടെ എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ GST റിഫോംസിനെ തുടർന്നുണ്ടായ GST കട്ടിന്റെ ഫലമായിട്ട് ഓഗസ്റ്റിൽ 2.07% CPI ഇൻഫ്ലേഷൻ 2% താഴേക്കായിട്ട് എത്തിച്ചേരാമെന്നുള്ള നിഗമനത്തിലാണ് മാർക്കറ്റും നിക്ഷേപകരും അനലിസ്റ്റുകളും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ CPI ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. അതിനു പുറമെ നാളെ ഇന്ത്യയുടെ സെപ്റ്റംബർ മാസ WP ഇൻഫ്ലേഷന്റെ റിലീസുമുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സുകളിലേക്ക് വന്നു കഴിയുമ്പോൾ രാവിലെ 8:30 ചൈനയിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ ഇമ്പോർട്ട്സ് ഇയർ ഓൺ ഇയർ, എക്സ്പോർട്സ് ഇയർ ഓൺ ഇയർ, ബാലൻസ് ഓഫ് ട്രേഡ് സെപ്റ്റംബർ മാസത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.4 എന്ന ലെവലിലേക്ക് അൾട്രാ ബുള്ളിഷ് ആയിട്ട് മാറുകയുണ്ടായി. അതേസമയം മാക്സ് പെയിൻ 25,300 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കുമ്പോഴും ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. മാത്രമല്ല നിഫ്റ്റി അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ RSIയും 61 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. അതുകൂടാതെ വീക്ക്ലി RSI 57.1 എന്ന ലെവലിലേക്കും എത്തി.
വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലേക്ക് 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,450 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 25,200 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.12 എന്ന നിലയിലും മാക്സ് പെയിൻ 56,200 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലെ പോലെ തന്നെ ബുള്ളിഷ് ട്രെൻഡ് നിലനിൽക്കുമ്പോഴും ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. മാത്രമല്ല വെള്ളിയാഴ്ചയിൽ ബാങ്ക് നിഫ്റ്റിക്ക് കൈവരിക്കുവാൻ സാധിച്ച 418 പോയിന്റുകളുടെ നേട്ടത്തെ തുടർന്ന് എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. തൽഫലമായി RSIയും 66.76 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലേക്ക് 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 55,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പ്രസ്റ്റീജ് ഗ്രൂപ്പ് കമ്പനി 620 പുതിയ ഫ്ളാറ്റുകൾ ഗാസിയാബാദിൽ ലോഞ്ച് ചെയ്യുകയുണ്ടായി. ഈ പ്രൊജക്റ്റിൽ നിന്നും എസ്റ്റിമേറ്റഡ് റവന്യൂ കമ്പനി പ്രതീക്ഷിക്കുന്നത് 2,200 കോടി രൂപയാണ്. ACME ഗ്രൂപ്പ് കമ്പനി ഗ്രീൻ സ്റ്റീലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 5,000 കോടി രൂപ പുതിയ പ്ലാന്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ. SBI നിലവിലെ കമ്പനിയുടെ വർക്ക് ഫോഴ്സിലുള്ള ലിംഗവൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് 2030 ബാങ്കിലെ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം 30% വർദ്ധിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. HCL ടെക്നോളജീസ് കമ്പനിയുടെ Q2 ഏർണിംഗ്സ് ഇന്ന് തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കും. ടാറ്റ ക്യാപിറ്റൽ ഇന്ന് സ്റ്റോക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. TCS കമ്പനിയുടെ CEO ആയ കാർത്തിവാസൻ പുതിയ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. കമ്പനി US-ൽ നിന്നുമുള്ള H1B വിസയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാത്രമല്ല ഈ വിസ ഇല്ലാതെ തന്നെ കമ്പനിക്ക് നിലനിൽക്കുവാൻ സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. അശോക് ലൈലാൻഡ് നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു വരുന്നതിനാൽ തന്നെ 2030 ബസ്സിലും മാത്രമല്ല മറ്റുള്ള കൊമേഴ്ഷ്യൽ വാഹനങ്ങളിലും ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ നിർമ്മാണം വ്യാപിപ്പിക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റുകൾ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ചൈനയ്ക്കുള്ള നടപടിയെ തുടർന്ന് S&P 500-ന് 2.5% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ നാസ്ഡാക്കിന് 3.5% നഷ്ടം നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. 3 യൂറോപ്യൻ മാർക്കറ്റ്സുകളും നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. മാത്രമല്ല വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി 197 പോയിന്റുകളുടെ നഷ്ടമാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. നിലവിൽ ട്രംപിന്റെ പുതിയ നടപടികളെ തുടർന്ന് US മാർക്കറ്റിലുണ്ടായ ഉണർവിനെ തുടർന്നും നിലവിൽ 82 പോയിന്റുകളുടെ നഷ്ടം മാത്രമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇന്ന് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നമ്മുടെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ കൊറിയൻ മാർക്കറ്റ് 1%-ലേറെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഇടിവ് നേരിടുകയുണ്ടായി, 5%-ലേറെ. എങ്കിൽ ഇന്ന് രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1.5%-നടുത്ത് ഉയർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഗോൾഡും $40 ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് ഓൾ ടൈം ഹൈയുടെ അടുത്തായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.